ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കുർത്തിയിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇന്നത്തെ ഡിസൈൻ അതാണ്. നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാനും പറ്റും, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാനും വേണ്ടി പറ്റുന്ന ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ത്രെഡും ബീഡ്സും മാത്രം മതി. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ താഴത്തേക്ക് രണ്ട് സൈഡിലായിട്ടും ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റിൻ്റെ അവിടെ ആയിട്ട് രണ്ട് സൈഡിലായിട്ടും ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക, അതിന് ചുറ്റിനും ഇതുപോലെ ബ്രാഞ്ചസ് പോലെ വരച്ചിട്ട് അതിൽ നമ്മൾ ലീഫുകൾ വരച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ. കണ്ടോ, ഇതുപോലെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു കളർ ത്രെഡാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ അതേ കളർ തന്നെ ത്രെഡ് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നമുക്ക് ചുറ്റിനുമായിട്ട് റിംഗ് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ ഡബിൾ ലെയർ റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ലെയർ ചെയ്തെടുത്തതിന് ശേഷം ആ ഫ്രഞ്ച് നോട്ടിൻ്റെ ചുറ്റിനുമായിട്ട് നമുക്ക് ഒരു ലെയറും കൂടി ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇനി നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കണം. നമ്മൾ 3 കട്ട് ബീഡ്സ് വീതം ചരിച്ച് വെച്ച് കൊടുത്ത് ചെയ്തെടുക്കുന്ന ലീഫാണ് കേട്ടോ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാധാ സ്വിങ് ത്രെഡില്ലേ, ആ ഒരു ത്രെഡാണ് കേട്ടോ ഈ ഒരു ബീഡ്സ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ലീഫൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇടയ്ക്കായിട്ട് ഇതുപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു കുട്ടി റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ സെൻറ്ററിലായിട്ടൊരു കട്ട് ബീഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ചുറ്റിന് നമ്മളിതുപോലെ ഒന്ന് കട്ട് ബീഡ്സ് വെച്ചിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഡിസൈൻ. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിസൈൻ കഴിഞ്ഞു. കാരണം ഇതുപോലെ തന്നെയാണ് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. പ്ലെയിൻ കുർത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ സെൻറ്ററിൽ റൗണ്ടിലായിട്ട് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ചുറ്റിന് നമ്മളിതുപോലെ ലീഫൊക്കെ ചെയ്ത് കൊടുത്തത് കട്ട് ബീഡ്സ് വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഫ്ലവറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടും ചുറ്റിനും നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ അത്രയുള്ളൂ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ. താങ്ക്